ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ഉഷ രഘുനന്ദനൻ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം അല്ലേ? പുസ്തകമാവട്ടെ, അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സിൽ മിഠായി കിട്ടിയാൽ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? അവിടെ കേക്ക് ആണെങ്കിൽ പിസ്സ ആണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഷെയറിങ്ങിനെ മാത്തമാറ്റിക്കലി ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യും. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. ഭിന്നസംഖ്യകൾ എന്ന് കേട്ടിട്ട് പേടിക്കേണ്ട, സിമ്പിൾ ആണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ഒരു കാര്യമാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സമയം പറയുമ്പോഴും നമ്മൾ ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മൾ ചായ ഉണ്ടാക്കുകയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫ്രാക്ഷൻസ് നമ്മളുടെ അവിടെ ഉണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആണ്. ഇത് മൊത്തം എന്താണ്? ഒരു സ്ക്വയർ ആണ്. ഞാനിപ്പോ ഇതിനെ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇതിനെന്താക്കി? രണ്ട് കഷ്ണാക്കി. ഓക്കെ, അപ്പൊ രണ്ട് കഷ്ണാകുമ്പോ ഈ ഒരു പീസ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് പറയാം? ഇതിനെ രണ്ട് ടോട്ടൽ എത്ര ഈക്വൽ പാർട്സ് ഉണ്ട്? തുല്യ ഭാഗങ്ങളാക്കി. നിങ്ങളെ ഒരു വര വരച്ച് തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ എത്ര ഭാഗങ്ങൾ ഉണ്ട് ഇവിടെ? തുല്യായിട്ട് ഈക്വൽ ആയിട്ട് എത്ര പാർട്സ് ഉണ്ട്? രണ്ട് പാർട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എത്ര പാർട്സ് ഉണ്ട്? 1, 2. അതില് ഒരു പാർട്ടിനെ, ഈ ഒരു ഭാഗത്തിനെ മാത്രം, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ രണ്ടിലെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നാണല്ലോ. രണ്ടിലെ ഈ ഒരു ഭാഗം എന്താണ്? ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ രണ്ടിൽ നിന്ന് ഇതും എന്താണ്? ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോ ഒരു ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇത് അതിന്റെ പകുതി എന്ന് പറയാം. പകുതിന് നമുക്ക് നമ്മൾ പറയാറില്ലേ, പകുതി മിഠായി ഞാൻ നിനക്ക് തരാം, അല്ലെങ്കിൽ പകുതി മിഠായി എനിക്ക് തരൂ, അല്ലെങ്കിൽ ഇത് പകുതിയാക്കാണ്. പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ പകുതി എന്ന് പറയണത്, ഹാഫ് എന്ന് പറയണത് മാത്തമാറ്റിക്കൽ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? 1/2 എന്ന് എഴുതും. അപ്പൊ 1/2 എന്ന് എഴുതുമ്പോ ഇതിലെ മുകളിലെ ഭാഗം ഈ 1 എന്ന് പറയുന്നത് നമ്മൾ എത്ര ഒരു മുഴുവൻ ഒരു എത്ര നമ്മൾ എടുക്കുന്ന ഭാഗങ്ങളാണ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇതിനെ രണ്ട് കഷ്ണങ്ങളാക്കി, രണ്ട് തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ എത്ര ഭാഗങ്ങൾ നമ്മൾ എടുക്കുന്നു ആ ഭാഗമാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? മുകളിൽ കൊടുക്കുന്നത്. ആ മുകളിൽ കൊടുക്കുന്ന ഇതിനെ, മുകൾ ഭാഗത്തിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും. എന്താ പറയാ? ന്യൂമറേറ്റർ. അത് മലയാളത്തില് അംശം എന്ന് പറയും. എന്താണ് പറയാ? അംശം എന്ന് പറയും. ഇനി താഴെ ഒരു മുഴുവൻ വസ്തുവിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കി, അതാണ് ഇവിടെ താഴെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മുഴുവൻ ഒരു സ്ക്വയറിനെ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആക്കി? 2 ഈക്വൽ പാർട്സ് ആക്കിയല്ലോ. അപ്പൊ അതാണ് താഴെ കൊടുക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഡിനോമിനേറ്റർ എന്ന് പറയാം, ഛേദം എന്ന് പറയും. അപ്പൊ മുകളിൽ കൊടുക്കുന്നത് അംശവും താഴെ കൊടുക്കുന്നത് എന്താണ്? ഛേദവും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പൊ മുകളിൽ കൊടുക്കുന്ന എന്താണ്? എത്ര നമ്മൾ എടുക്കുന്നു ആ ഭാഗത്തിനെയാണ് നമ്മൾ മുകളിൽ സൂചിപ്പിക്കുക. താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിന്റെ എത്ര തുല്യ ഭാഗങ്ങളാക്കി, അതാണ് നമ്മൾ താഴെ സൂചിപ്പിക്കുക. ക്ലിയർ ആണല്ലോ? അംശം, ഛേദം. ക്ലിയർ. ഇനി ഇതേ ഒരു ഫിഗറിന് തന്നെ ഞാനിവിടെ 4 തുല്യ ഭാഗങ്ങളാക്കി. അപ്പോ ഇത് അപ്പൊ എത്ര ഭാഗങ്ങളുണ്ട് ടോട്ടൽ? 1, 2, 3, 4. എത്ര തുല്യ ഭാഗങ്ങളാണ്? തുല്യ ഭാഗങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1, 2, 3, 4. ഇവിടെ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? 4 തുല്യ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇതിനെ ഷെയ്ഡ് ചെയ്തു. ഇപ്പൊ ഞാൻ പറയാണ്, ഇത് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ട് എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? ഡിനോമിനേറ്റർ ഛേദത്തിൽ വരുന്നത് എന്താണ്? എത്ര തുല്യ ഭാഗങ്ങളുണ്ട്, അത് ഛേദത്തിൽ വരും. എത്ര ഇപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്തത്? അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. ഷെയ്ഡ് ചെയ്ത ഭാഗം ഞാൻ എടുത്തു വിചാരിക്കാം. അപ്പോ ഞാൻ എടുത്ത ഭാഗം എത്രയാണ്? 1 അല്ലേ? അപ്പൊ അത് അംശത്തിൽ വരും, ന്യൂമറേറ്ററിൽ വരും. അപ്പൊ ഈ ഒരു ഭാഗത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 പറയുകയാണെങ്കിൽ നമുക്ക് 1/4 ഭാഗം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ 4 തുല്യ ഭാഗം ആയതിനാൽ ഇത് 1/4, ഇതും എന്താണ്? 4 ഭാഗം, 4 ഭാഗം, 4 ഭാഗമാണല്ലോ അല്ലെ? 1/4, 1/4, 1/4, 1/4. ക്ലിയർ.
ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് ഏത് ഫിഗറിനെയും ഏത് ഫിഗർ മാത്രമല്ല ഏത് സാധനത്തിനെയും ഏത് തിങ്സിനെയും നമുക്ക് എത്ര വേണമെങ്കിലും ഭാഗങ്ങളാക്കിയിട്ട് ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് നമുക്കൊരു ചതുരമുണ്ട്. ചതുരം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ചതുരം കാണാണ്ടല്ലോ. ഇനി എനിക്ക് ഇതിനെ 8 തുല്യ ഭാഗങ്ങളാക്കണം. ഞാൻ ഇത് 8 തുല്യ ഭാഗങ്ങളാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇത് ഞാൻ 2 തുല്യ ഭാഗങ്ങളാക്കി. 2നെ വീണ്ടും എന്താണ് പകുതിയാക്കി, ഇവിടെ പകുതിയാക്കി. ഇപ്പൊ എത്രയായി? 4 തുല്യ ഭാഗങ്ങളാക്കി ആയി. പിന്നെ ഇതിനെ ഒന്നും കൂടി ചെയ്തു. അപ്പോ ഇതിനെ ഒന്നും കൂടി ഹാഫാക്കി. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 1 2 3 4 5 6 7 8 തുല്യ ഭാഗങ്ങളായി. ഓക്കെ. ഇനിയിപ്പോ ഇത് ഞാൻ ഇവിടെ ഇത്രയും ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തു എന്ന് തന്നെ വിചാരിക്കാം. ഇത്രയും ഭാഗം. അപ്പൊ ടോട്ടൽ എത്ര ഭാഗം തുല്യ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 8 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എത്ര ഭാഗമാണ് ഈ 8 ഭാഗത്തു നിന്ന് ഞാൻ എടുത്തത്? 3 തുല്യ ഭാഗങ്ങൾ എടുത്തു അല്ലെ? അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ, ഇതിന്റെ ഭിന്നസംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? 3/8 എന്ന് എഴുതാം. ഈ 3 എന്ന് പറയുന്നത് എടുത്ത ഭാഗം അംശവും, താഴെ നമ്മൾ ടോട്ടൽ ഭാഗം എഴുതുന്നത് എന്താണ്? ഛേദം, ഡിനോമിനേറ്റർ. ഇത് ന്യൂമറേറ്റർ, ഇതെന്താണ്? ഡിനോമിനേറ്റർ. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും തുല്യ ഭാഗങ്ങളാക്കി ഷെയ്ഡ് ചെയ്ത്, അങ്ങനെ കുറെ ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് വരാറ്. അതേപോലെ തന്നെ 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു 4ാം ക്ലാസ് ആ ഒരു സ്റ്റാൻഡേർഡിലാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരിക. അപ്പൊ ആദ്യം എന്താണ് ഫ്രാക്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾ ആയി. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ. ഇതിനിപ്പോ നമ്മൾ എത്ര ഭാഗങ്ങളാക്കി? 2 ഭാഗങ്ങളായി അല്ലെ? അപ്പോൾ അതേപോലെ തന്നെ ഈ 2 ഭാഗങ്ങളല്ല, ഞാൻ ഇപ്പൊ ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. 4 തുല്യ ഭാഗങ്ങളാക്കി. ഈ 2 ഷെയ്ഡ് ചെയ്താലോ? എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എന്ത് പറയാം? ടോട്ടൽ ഭാഗം എത്രയാണ്? 4 തുല്യ ഭാഗമാണ്. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? 2 ഭാഗം ഷെയ്ഡ് ചെയ്തു. ഓക്കെ. അപ്പോ ഇതിന്റെ ഫ്രാക്ഷൻ എന്താണ്? ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ എന്താണ്? 2. എത്രയിൽ നിന്ന്? 4ൽ നിന്ന്. റൈറ്റ്. ഇനി ഇവിടെ ഈ ഒരു ഫിഗറിൽ നോക്കൂ. ഇവിടെ ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് എന്ത് എഴുതണം? നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻസ്, ഇതിന്റെ ഭിന്നസംഖ്യകൾ എഴുതണം. അപ്പോ ഇവിടെ ഈ ഒരു വൃത്തത്തിന്റെ ഭിന്നസംഖ്യ ഇവിടെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഈ 2 തുല്യ ഭാഗങ്ങളുണ്ട്. അതില് എത്ര ഷെയ്ഡഡ് ആണ്? ഒരേ ഒരു ഭാഗം ഷെയ്ഡഡ് ആണ്. അപ്പൊ അരഭാഗം ഷെയ്ഡഡ് ആണ്, നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോ ഇതിന്റെ ഭിന്നസംഖ്യ, ഇതിന്റെ ഫ്രാക്ഷൻ എന്താ വരിക? 1/2 ആണ് വരിക. ന്യൂമറേറ്റർ അംശത്തിൽ 1ഉം ഡിനോമിനേറ്റർ ഛേദത്തിൽ 2ഉം വരും. ഇനി ഇവിടെ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? 1 2 3 4 4 തുല്യ ഭാഗങ്ങളുണ്ട്. എത്ര ഷെയ്ഡഡ് ആണ്? 1 ഷെയ്ഡഡ് ആണ്. അപ്പൊ 1/4 ഭാഗം ഷെയ്ഡഡ് ആണ്. ഇവിടെ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? 1 2 3 3 തുല്യ ഭാഗങ്ങളുണ്ട്. അതിൽ എത്ര ഷെയ്ഡഡ് ആണ്? ഒരു ഭാഗം മാത്രം എന്താണ്? ഷെയ്ഡഡ് ആണ്. അപ്പൊ 1/3 ഷെയ്ഡഡ്. ക്ലിയർ? അപ്പോ ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ എടുക്കാം. ഇവിടെയോ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിന്റെ നേരെ എന്താണ്? ഹാഫ് ആക്കിയിട്ടുണ്ട്. അപ്പോ 2 തുല്യ ഭാഗത്തിൽ ഒരു തുല്യ ഭാഗം എന്താണ്? ഷെയ്ഡഡ് ആണ്. ഇനി ഇവിടെ ഒന്ന് എണ്ണി നോക്കൂ. ആദ്യം നമ്മള് ഛേദത്തിൽ എഴുതേണ്ടത്, ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് ടോട്ടൽ ഭാഗങ്ങളാണ്. അപ്പൊ 1 2 3 4 5 6 7 8 9 10 11 12 12 ഭാഗത്തിൽ നിന്ന് എത്ര ഭാഗം ഷെയ്ഡഡ് ആണ്? 1 2 3 4 5 6 ഭാഗം എന്താണ്? ഷെയ്ഡഡ് ആണ്. അപ്പൊ ഇതിന്റെ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എന്തായി? 6/12 എന്നായി. ഇനി ഇവിടെ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? 4 തുല്യ ഭാഗങ്ങളുണ്ട്. ഒരേ ഒരു ഭാഗം മാത്രമേ അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഭിന്നസംഖ്യ നമുക്ക് എന്ത് കിട്ടി? 1/4 കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? 1 2 3 4 5 അല്ലെ? 5 ഭാഗത്തിൽ നിന്ന് ഒരു തുല്യ ഭാഗം, 1 2 3 4 4ൽ നിന്ന് 2 തുല്യ ഭാഗം ഷെയ്ഡഡ് ആണ്. ഇവിടെ 4ൽ നിന്ന് 3 തുല്യ ഭാഗം ഷെയ്ഡഡ് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രാക്ഷൻ എഴുതുക. ഇനി ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു ഫിഗറിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും?
ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ ഷെയ്ഡ് ചെയ്തോ ചോദിച്ചാൽ മൊത്തം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര ഭാഗമുണ്ട്? 1, 2, 3. എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 3ൽ 3 ഭാഗം ഷെയ്ഡഡ് ആണ്, ഇങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഒന്നാമത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല ഫ്രാക്ഷൻ കറക്റ്റ് ആയിട്ട്. എന്താ കാരണം? തുല്യ ഭാഗങ്ങളേ ഇല്ല. റൈറ്റ്? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഈക്വൽ പാർട്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം? ഈക്വൽ പാർട്സ് ആക്കണം, എന്നാലേ നമുക്ക് അതിന്റെ പകുതി എന്ന് പറഞ്ഞില്ലേ, പകുതി, കാൽഭാഗം, മുക്കാൽ ഭാഗം, അത് കറക്റ്റ് തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ ഇവിടെയോ? ഇവിടെ നോക്കി നോക്കൂ, ഈ ഒരു ഷേപ്പ് തന്നെയാണോ ഇവിടെ വരുന്നത്? നോ, ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇവിടെയോ? ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല? പറ്റില്ല. ക്ലിയർ? അപ്പോ ഫ്രാക്ഷൻ ശരിക്കും എഴുതാൻ നമുക്ക് എന്ത് വേണം? കറക്റ്റ് തുല്യ ഭാഗങ്ങളാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡിനോമിനേറ്റർ, ഛേദം നമ്മളുടെ ഒരിക്കലും 0 വരില്ല. ഛേദം ഒരിക്കലും ഒരു നമ്പർ മുകളിലിട്ടിട്ട് താഴെ ഒരു 0 ഒരിക്കലും വരില്ല. എന്താ വരാത്തത്? കാരണം നമ്മൾ താഴെ ഭാഗത്തിൽ എടുക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് നമ്മൾ തുല്യഭാഗങ്ങളാക്കി. നമുക്ക് 0 തുല്യഭാഗം ആക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? നമ്മൾ താഴെ 0 വരില്ല. ഓക്കെ, എ നമ്പർ cannot be divided by 0. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഒരു മൊത്തത്തിലായിട്ട് ഒരു സമചതുരണ്ട്, ഹോൾ. ഇതിന് നമുക്ക് മൊത്തം അല്ലെ, എല്ലാം ഷെയ്ഡഡ് ആണ്. ഇത് മൊത്തം ഒരു ഹോൾ ഭാഗമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നിരിക്കുന്നത് ഓരോന്നും എന്താണ്? ഭാഗങ്ങളാക്കിയ ഓരോ ചെറിയ 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 പീസ് ആക്കിയിട്ടുണ്ട്. കാൽഭാഗങ്ങൾ 4 പീസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഇത് മൊത്തം ഇതെന്താണ്? ഓരോ പീസ് ആക്കിയതുമാണ്. ഇനി ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 1/1. ഇതിന്റെ നമുക്ക് ഫ്രാക്ഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ, ഇതിന്റെ ഭിന്നസംഖ്യ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് 1/1. അതെന്താ 1/1 എഴുതിയത്? കാരണം മൊത്തം നമ്മൾ താഴെ ഛേദത്തില് ഡിനോമിനേറ്റർ എടുക്കുന്നത് എന്താണ്? മൊത്തം എത്ര തുല്യ ഭാഗങ്ങൾ? ഇതിൽ മൊത്തം അത് മൊത്തം അങ്ങനെയാണ് അല്ലെ, മൊത്തം ഒരു ഭാഗമാണ്. അപ്പൊ അതിൽ നമ്മൾ എടുക്കുന്നത് മൊത്തമാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 1/1 എന്ന് പറയാം. ഇവിടെ നമ്മൾ ഇങ്ങനെ പാർട്ടാക്കി അല്ലെ, ഇതിൽ 4 ഭാഗമാക്കി അതിൽ ഒരു ഭാഗം എന്ന് പറയും. ഇവിടെ മൊത്തം എന്താണ്? മൊത്തം ഹോളാണ്. ഇനി അതേപോലെ തന്നെ ഇങ്ങനെ എടുക്കുമ്പോഴോ ഇതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ 1/1, ഇതും എന്താണ്? മൊത്തം 1/1, ഇതും എത്ര? 1/1, ഇതും 1/1. അപ്പൊ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാല് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 4/1 അല്ലെ. ഇത് എത്ര? ഇത് ഒരു മൊത്തം ഉണ്ട്, 1 1 1 1. കാരണം 1/1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1നെ 1 കൊണ്ട് ഹരിച്ചാൽ 1. ഇത് മൊത്തം 1 ഉണ്ട്, 1 1 1. അപ്പോ താഴെ ഇവിടെ 1 കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മള് ഇവിടെ ഭാഗങ്ങളാക്കണില്ല അല്ലെ. താഴെ നമുക്ക് എന്താണ്? ഈ തുല്യം, അത് 1 തുല്യമാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ എടുത്തത് എത്രയാണ്? 1 2 3 4. അപ്പൊ നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ മുകളിൽ കൊടുക്കുന്നത്. അപ്പോ 4/1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ 3/1 ആണെങ്കിലും അത് എന്താണ്? 3 ആണ്. 2/1 എഴുതിയാലും എന്താണ്? 2 ആണ്. 1/1 എഴുതിയാലും 1 ആണ്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രാക്ഷൻ എന്താണ്? നമുക്ക് ഫ്രാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷെയ്ഡ് ചെയ്ത പോർഷനും അതേപോലെ തന്നെ എങ്ങനെയാണ് അംശം എടുക്കുന്നത്, ഏത് ഭാഗമാണ് നമുക്ക് അംശത്തിൽ വരിക, ഏത് ഭാഗമാണ് ഛേദത്തിൽ വരിക എന്നുള്ള ഫ്രാക്ഷൻ നമുക്ക് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്. പക്ഷെ ചെറിയ അതിലെ ഒരു ഭാഗം എന്താണ് ഫ്രാക്ഷൻ എന്ന് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രം നമ്മൾ ചെറിയൊരു ക്ലാസ്സിൽ വരുന്ന ഒരു ഭാഗം മാത്രമേ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഫ്രാക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രാക്ഷൻസിന്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രോബ്ലംസ് ആയിട്ടും അതേപോലെ തന്നെ എങ്ങനെയാണ് 1/4 ആയിട്ട് എടുക്കുന്നത്, ഒരു മൊത്തം ഹോൾ ആയിട്ട് എടുക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.